നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. बिलियन लोगों के हित जुड़े हुए पूरी मानवता के कल्याण का मार्ग भी प्रशस्त होगा. ഇന്ത്യ ചൈന ബന്ധം ശക്തമാക്കേണ്ടത് മാനവരാശിക്ക് അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച നീണ്ടത് 50 മിനിറ്റ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാളെ മോദിയെ കാണും. പകരച്ചുങ്കപ്പോരിനിടെ 7 വർഷത്തിനു ശേഷമുള്ള മോദിയുടെ ചൈന സന്ദർശനം ലോകരാഷ്ട്രീയത്തിൽ നിർണായകം. ആഗോള അയ്യപ്പ സംഗമത്തിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച SNDP. കൂടുതൽ ഭക്തർ എത്തുമ്പോൾ ശബരിമലയുടെ സമ്പത്ത് വർദ്ധിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ന്യൂസ് 18നോട്. യുവതീ പ്രവേശന വിവാദ കാലത്തെ കേസുകൾ പിൻവലിക്കണമെന്നും നിർദ്ദേശം. നിരപരാധികൾക്കെതിരെ കേസുണ്ടെങ്കിൽ പുനഃപരിശോധിക്കാമെന്ന് CPM. വിശ്വാസത്തെ ചൂഷണം ചെയ്ത് സർക്കാർ നടത്തുന്നത് അയ്യപ്പ നിക്ഷേപക സംഗമമെന്ന ഹിന്ദു ഐക്യവേദി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ. പാർലമെന്ററി പാർട്ടിയിൽ പങ്കെടുക്കട്ടെ എന്ന അഭിപ്രായം. പാർട്ടി നിലപാടെടുക്കും മുൻപ് വനിതാ നേതാക്കൾ രാഹുലിനെ തള്ളിപ്പറഞ്ഞത് തെറ്റെന്ന് MM ഹസൻ. കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണം അന്വേഷിക്കണമെന്ന് പോലീസിൽ പരാതി. താമരശ്ശേരി ചുരം കയറാതെ വയനാട്ടിലെത്താനുള്ള തുരങ്കപാതയുടെ നിർമ്മാണത്തിന് ഇന്ന് തുടക്കം. ആനക്കാംപൊയിൽ മുഖ്യമന്ത്രി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കും. മല തുരന്ന് ട്രെയിൻ ഓടിച്ച കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ നിർമ്മിക്കുക തുരങ്കത്തിലൂടെ 8.7 കിലോമീറ്റർ റോഡ്. നിർമ്മാണ ചുമതല കിഫ്ബിക്ക്. എന്റെ ദേഹത്ത് നിങ്ങൾ തൊട്ട് കഴിഞ്ഞ ഞാൻ ഇവിടെ ബഹളം വയ്ക്കും. ഷാർജയിൽ ജീവനൊടുക്കിയ അതുല്യയെ ഭർത്താവ് ഉപദ്രവിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. 10 വർഷം സഹിച്ചെന്ന അതുല്യയുടെ മറുപടിയും ദൃശ്യങ്ങളിൽ വ്യക്തം. വിശദമായി നോക്കാം. ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ നരേന്ദ്രമോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച പൂർത്തിയായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കേണ്ടത് മാനവരാശിക്ക് അനിവാര്യമാണെന്ന് 50 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നാളെ മോദി കൂടിക്കാഴ്ച നടത്തും. അമേരിക്കയുടെ ഉയർന്ന തീരുവകൾ കാരണം 2 ഏഷ്യൻ അയൽക്കാരെയും കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു ശക്തമായ സന്ദേശം നൽകുന്നതായിരുന്നു മോദി ഷീ കൂടിക്കാഴ്ച. കിഴക്കൻ ലഡാക്കിലെ ഡെസ്പാങ്, ഡംചോക് എന്നീ സംഘർഷ മേഖലകളിലെ സൈനിക പിന്മാറ്റത്തെ തുടർന്ന് രൂപപ്പെട്ട സമാധാനപരമായ അന്തരീക്ഷത്തെ മോദി അഭിനന്ദിച്ചു. അതിർത്തി മാനേജ്മെന്റിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ധാരണയിലെത്തിയതായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. കൂടാതെ കൈലാസ് മാനസരോവർ യാത്രയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകളും പുനരാരംഭിച്ചു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. शांति और स्थिरता का माहौल बना हुआ हमारे स्पेशल रिप्रेजेंटेटिव्स के बीच बॉर्डर मैनेजमेंट के संबंध में सहमति बनी. कैलाश मानसरोवर यात्रा फिर से शुरू की. ഇരു രാജ്യങ്ങളിലെയും 2.8 ബില്യൺ ജനങ്ങളുടെ താൽപര്യങ്ങൾ മുഴുവൻ മനുഷ്യരാശിയുടെയും ക്ഷേമത്തിനും വഴിയൊരുക്കും. പരസ്പര വിശ്വാസം, ബഹുമാനം, സംവേദനക്ഷമത എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും മോദി കൂട്ടിച്ചേർത്തു. 2.8 बिलियन लोगों के हित जुड़े हुए इससे पूरी मानवता के कल्याण का मार्ग भी प्रशस्त होगा. परस्पर विश्वास, सम्मान और संवेदनशीलता के आधार पर हम अपने संबंधों को आगे बढ़ाने के लिए ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവർ മോദിക്കൊപ്പം ചർച്ചയിൽ പങ്കെടുത്തു.
ചൈനീസ് വിദേശകാര്യമന്ത്രിയും വാണിജ്യമന്ത്രിയും ചർച്ചയിൽ പങ്കാളികളായി. 7 കൊല്ലത്തിന് ശേഷമാണ് ചൈനയിൽ ഇരു നേതാക്കൾക്കുമിടയിൽ ചർച്ച നടന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഇപ്പോൾ ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കൂടിക്കാഴ്ച ചൈന സന്ദർശിക്കുന്നു. അത് ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു കൂടിക്കാഴ്ചയാണ്, ഉച്ചകോടിയാണ്. അതിനുശേഷം ഇതാ ഇപ്പോൾ നാളെ പുടിനുമായും കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ് നരേന്ദ്രമോദി. പുതിയ ലോകക്രമത്തിന്റെ ഒരു തുടക്കം എന്ന തരത്തിൽ തന്നെയാണോ ലോകരാഷ്ട്രീയം ഈ ഉച്ചകോടിയെ നോക്കിക്കാണുന്നത്? ആര്യ, തീർച്ചയായും അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം 55 മിനിറ്റ് നീണ്ടുനിന്ന ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഏതൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ച എന്നുള്ളൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകുമെന്ന് കരുതുന്നു. എന്തായാലും നേരത്തെ തന്നെ നമുക്കറിയാം പുതിയൊരു സാമ്പത്തിക ഒരു രീതി അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ചേരി ലോകക്രമത്തിൽ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഉടലെടുക്കുമെന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു കൂടിക്കാഴ്ച ഇന്ന് നടക്കുകയും ചെയ്തത്. ഈ 55 മിനിറ്റ് നീണ്ടുനിന്ന ഈ കൂടിക്കാഴ്ചയിൽ കൃത്യമായി വ്യാപാര രംഗത്ത് കൂടുതൽ ഈ ഇന്ത്യയുമായും ഒപ്പം തന്നെ ചൈനയുമായി ബന്ധപ്പെട്ട വളരെ കാലമായി നീണ്ടു നിന്നിരുന്ന 2020 മുമ്പിൽ നീണ്ടു നിന്നിരുന്ന ചില നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ടും നിരവധി വ്യാപാര രംഗത്ത് ഉള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പിന്നീട് 2020 ശേഷം ഈ ഗാൽവാൻ താഴ്വരയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് അത് അനിശ്ചിതത്വത്തിലാവുകയും പിന്നീട് അത് മരവിച്ച് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അക്കാര്യത്തിലൊക്കെ കൃത്യമായ ധാരണ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വിമാന സർവീസുകൾ നേരത്തെ ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വിമാന സർവീസുകൾ തുടങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ മാനസരോവരത്തിലേക്കുള്ള യാത്ര അത് സുഗമമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ള പരാമർശം നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഈ മേഖലകളിൽ അതിർത്തി മേഖലകളിൽ ഇപ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കാൻ രാജ്യങ്ങൾക്കും സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് തന്നെയാണ്. അതായത് ഇനി ഈ ഒരു സമാധാനത്തോടെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അവസാനഘട്ട ചർച്ചകൾ ഇനിയും ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി ഇരു രാജ്യങ്ങളും പങ്കുവെക്കുന്നു, ഇരു നേതാക്കളും പങ്കുവെക്കുന്നു എന്ന് തന്നെയാണ്. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഈ രണ്ട് നേതാക്കളും ഒരുമിച്ചിരുന്ന ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേദിയാകുമോ ചൈനയിൽ നടക്കുന്ന ഈ ഒരു ഉച്ചകോടി എന്നതുകൂടി നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ തീരുവ യുദ്ധം അല്ലെങ്കിൽ ഇത്തരത്തിൽ അധിക ചുങ്കം തുവർത്തുന്ന ഒരു നടപടി, അതിനെതിരെ മറ്റൊരു രീതിയിലുള്ള നടപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ ഈ സാമ്പത്തിക വിദഗ്ധരും ഒപ്പം തന്നെ സാമ്പത്തിക രംഗത്തെ ശാസ്ത്രജ്ഞരും ഒക്കെ ചില മുന്നറിയിപ്പ് യുഎസിന് മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ബ്രിക്സ് രാജ്യങ്ങൾ ഒരുപക്ഷേ ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുകളിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഈ ഒരു നടപടിയിലൂടെ ഉണ്ടായേക്കും എന്നുള്ള ഒരു സൂചന ഇത്തരത്തിൽ ട്രംപ് ഭരണകൂടത്തിന് മുമ്പാകെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും പറയുന്നത് നേരത്തെ റഷ്യൻ പ്രസിഡന്റിന് അല്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ കനത്ത ഉപരോധം പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ അവരുടെ വ്യാപാരം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് അവർ ഇതിനെ തിരിച്ചടി അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ച കാണുകയും ചെയ്തു. ആ ഒരു രീതിയിലേക്ക് പ്രത്യേകിച്ച് ഇന്ത്യ കടന്നാൽ അത് വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് യുഎസിന് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. സമുദ്രോൽപ്പന്നങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നാണ് അവിടേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യ സമീപിച്ചാൽ അത് യുഎസിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ കനത്ത രീതിയിൽ തിരിച്ചടിയാകുമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു നിലപാടിൽ നിന്ന് ഇന്ത്യ ഉറച്ചു നിൽക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന തീരുമാനം അതിൽ നിന്ന് പിന്നോട്ട് പോകാത്ത എന്നുള്ളൊരു സൂചനയായിരുന്നു അവർ നൽകുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കടുത്ത നിലപാടോടുകൂടി ഈ മൂന്ന് രാജ്യങ്ങളും പോകുമ്പോൾ ലോകക്രമത്തിലെ തന്നെ 37% ജനസംഖ്യയിൽ 37% ഈ മൂന്ന് രാജ്യങ്ങൾ കൂടി ചേരുമ്പോൾ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് വലിയൊരു സാമ്പത്തിക ചേരിയായി ഉരുത്തിരിയാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കം അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അത് മുന്നോടിയായി തന്നെ ഇത്തരത്തിലുള്ള കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നാളെ നടക്കാൻ പോകുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും ഈ ധാരണകൾ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ധാരണകൾ ഉണ്ടാകുകയും ചെയ്യും. മറ്റ് ഉപരോധങ്ങൾ ഇന്ത്യക്ക് മേൽ ഉണ്ടായാൽ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും $6 ലക്ഷം ഒരു വ്യാപാരം ചൈനയുമായി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നരേന്ദ്രമോദി പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം ജപ്പാൻ സന്ദർശന വേളയിലും ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ വിവിധ മേഖലകളിൽ വാണിജ്യ രംഗത്താകട്ടെ അല്ലെങ്കിൽ ആരോഗ്യ മേഖലകളാകട്ടെ അല്ലെങ്കിൽ
പ്രതിരോധ മേഖലകളാകട്ടെ, ഇവിടെയൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ ഒരു വ്യാപാരം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു സന്ദർശനമാകും ഇത് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ലോകം ഉറ്റുനോക്കിയ പോലുള്ള ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോൾ പര്യവസാനമായിരിക്കുന്നു. പക്ഷേ ഇതൊരു തുടക്കമായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ആര്യ. MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മൻ കി ബാത്ത് പരിപാടിയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൺസൂണിലെ കനത്ത മഴയിലുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുകളും മൂലം വലിയ നാശനഷ്ടങ്ങൾ നാം കണ്ടു. നിരവധി വീടുകൾ തകർന്നു, കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായി, മുഴുവൻ കുടുംബങ്ങളും തകർന്നു. ദുരന്ത സമയത്ത് സായുധ സേന, നാട്ടുകാർ, സാമൂഹിക പ്രവർത്തകർ, ഡോക്ടർമാർ, ഭരണകൂടം തുടങ്ങി എല്ലാവരും സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തി. ഈ ദുഷ്കരമായ സമയത്ത് മനുഷ്യത്വത്തിന് മുൻഗണന നൽകിയ ഓരോ പൗരനും ഹൃദയപൂർവ്വം നന്ദി പറയുന്നുവെന്നും മൻ കി ബാത്ത് പരിപാടിയുടെ 125ാമത് എപ്പിസോഡിൽ നരേന്ദ്രമോദി വ്യക്തമാക്കി. प्राकृतिक आपदाएं देश की कसौटी कर रही हैं। वहां के लोगों को बचाने के लिए हमारे एनडीआरएफ, एसडीआरएफ के जवान, अन्य सुरक्षा बल, हर कोई दिन रात जुटे रहे। स्थानीय लोग, सामाजिक कार्यकर्ता, डॉक्टर, प्रशासन, संकट की इस घड़ी में सभी ने हर संभव प्रयास किया। मैं ऐसे हर नागरिक को हृदय से धन्यवाद देता हूं जिन्होंने इस कठिन समय में मानवीयता को सबसे ऊपर रखा हुआ है। ആഗോള അയ്യപ്പ സംഗമത്തിന് ഉപാധികളോടെയാണെങ്കിലും NSS പിന്തുണ പ്രഖ്യാപിച്ചത് സംസ്ഥാന സർക്കാരിന് വലിയ നേട്ടം. BJPയും ഹൈന്ദവ സംഘടനകളും നിലപാട് കടുപ്പിക്കുന്നതിനിടെയാണ് NSSന്റെ പിന്തുണ. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടക്കുന്ന സംഗമത്തിന് ഉപാധികളില്ലാത്ത പിന്തുണ SNDPയും പ്രഖ്യാപിച്ചതോടെ UDFും വെട്ടിലായി. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ NSS സർക്കാർ പോരാണ് ഒടുവിൽ പുതിയ വഴിത്തിരിവിലെത്തിയത്. സർക്കാരിനെതിരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിയ NSS ഇതാദ്യമായി ശബരിമല വിഷയത്തിൽ ഉപാധികളോടെയാണെങ്കിലും സർക്കാർ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് പറയുന്നു. ആഗോള അയ്യപ്പ സംഗമത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഹൈന്ദവ സംഘടനകളും BJPയും രംഗത്ത് നിൽക്കുന്നതിനിടെ NSSന്റെ പിന്തുണ സർക്കാരിനുണ്ടാക്കിയ നേട്ടം ചെറുതല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടുപിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ സർക്കാരിനോട് യോജിച്ചുള്ള NSSന്റെ നിലപാട് UDFിനുണ്ടാക്കുന്ന പ്രതിസന്ധിയും വലുതാണ്. SNDP കൂടി പരിപാടിക്ക് പിന്തുണ നൽകിയതോടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് തിരിച്ചടി ഇരട്ടിയായി. അയ്യപ്പ ഭക്തന്മാരെ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിപ്പിക്കാൻ ആഗോളതലത്തിൽ ശ്രമിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. അതിലൂടെ കേരളത്തിലെ ചെറുതും വലുതുമായ പല ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. എന്ന് വെച്ചാൽ മാലയുണ്ടാക്കിയും തോർത്തുണ്ടാക്കിയും അങ്ങനെ ഉപജീവനം നിൽക്കുന്ന ഒരുപാട് പേർക്ക് അതിന്റെ പ്രയോജനം ഉണ്ടാകും. അതേസമയം NSS വെച്ച ഉപാധികൾ സർക്കാരിന് ഭാവിയിൽ തലവേദനയാകുമോ എന്ന സംശയം ബാക്കിയാണ്. ശബരിമല വികസനത്തിന് വേണ്ടിയുള്ള സമിതിയിൽ രാഷ്ട്രീയ നേതൃത്വം പാടില്ല എന്നതാണ് പ്രധാന നിർദ്ദേശം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ നിലവിൽ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട സമിതിയിലുണ്ട്. സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ ഇക്കാര്യത്തിൽ നിർണായകമാകും. ശബരിമല കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യവുമായി SNDPയും രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ്. സംഘപരിവാർ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അവര് സംബന്ധിച്ചിട്ട് ഒരു ദുഃഖമുണ്ട്. കാരണം കഴിഞ്ഞ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കേസുകൾ അവരുടെ പേരിലുണ്ട്. ആ കേസുകളെല്ലാം ഗവൺമെന്റ് ഒന്ന് എഴുതി തള്ളുന്നത് നന്നായിരിക്കും. അതേസമയം വെള്ളാപ്പള്ളിയുടെ ആവശ്യത്തിന് അനുകൂല നിലപാടുമായി CPM സംസ്ഥാന സമിതി അംഗം K അനിൽകുമാർ രംഗത്ത് വന്നു. നിരപരാധികൾക്കെതിരെ കേസുണ്ടെങ്കിൽ പിൻവലിക്കുമെന്ന് അനിൽകുമാർ വ്യക്തമാക്കി. നിരപരാധികളാണ് എങ്കിൽ അവരുടെ നിരപരാധിത്വം തെളിയിച്ചതിന് സർക്കാർ അവരോടൊപ്പം നിൽക്കുന്നതിനൊരു തടസ്സമുണ്ടാവില്ല. നിരപരാധികളെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് പൊതുനിലപാട്. അതിന്റെ ഭാഗമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS പങ്കെടുക്കുമെന്ന് വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ പ്രഖ്യാപിച്ചതാണ് വിവാദത്തിൽ നിർണായകമായത്. എന്നാൽ സംഗീത് കുമാർ അയ്യപ്പ സേവാ സംഘം ഭാരവാഹി എന്ന നിലയിലാണ് പങ്കെടുക്കുക എന്നായിരുന്നു NSSന്റെ അനൌദ്യോഗിക വിശദീകരണം. പുതുതായി വാർത്താക്കുറിപ്പിറക്കുമ്പോഴും NSS പരിപാടിയിൽ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ഏതായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ശബരിമല വിഷയത്തിൽ നടക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ചൂട് കൂടും. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. 2026 UDF അധികാരത്തിൽ വരുമെന്ന AK ആന്റണി അധികാരത്തിന് തൊട്ടടുത്തെത്തിയെന്നും രാഹുൽ ഗാന്ധിയുടെ ജനപിന്തുണ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണെന്നും AK ആന്റണി പറഞ്ഞു. എല്ലായിടത്തും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏതാണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നടത്തിയ സർവേയിൽ രാഹുൽ ഗാന്ധിയുടെ പോപ്പുലാരിറ്റി ഇങ്ങനെ മുകളിലോട്ട് കയറുന്നു. 50% അപ്പുറത്ത്. പ്രധാനമന്ത്രിയുടെ പോപ്പുലാരിറ്റി
താഴോട്ട് വന്നിരുന്നു. കേരളത്തിൽ UDF അധികാരത്തിൻ്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. ഇതാണ് സ്ഥിതി. ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ. അടൂർ പ്രകാശിന് പിന്നാലെ MM ഹസനാണ് രാഹുലിനായി രംഗത്ത് വന്നത്. പാർട്ടി നിലപാടെടുക്കുന്നതിന് മുൻപ് രാഹുലിനെതിരെ വനിതാ അംഗങ്ങൾ രംഗത്ത് വന്നത് തെറ്റാണെന്നും പരാതിക്കാർ ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കേണ്ട ഗതികേടിലാണ് അന്വേഷണ സംഘമെന്നും ഹസൻ പരിഹസിച്ചു. അതേസമയം ഇടത് നേതാക്കൾ ഉൾപ്പെട്ട കേസുകൾ കുത്തിപ്പൊക്കി രാഷ്ട്രീയ പ്രതിരോധം ഒരുക്കുകയാണ് കോൺഗ്രസ്. കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ വന്ന് ഒരാഴ്ച പിന്നിടുന്നതിനകമാണ് ആദ്യം പാർട്ടി കൈക്കൊണ്ട നിലപാടുകളിൽ നിന്ന് വിരുദ്ധമായി പാർട്ടി നേതൃത്വത്തിലുള്ളവർ തന്നെ മറിച്ചൊരു നിലപാടിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും അതോടൊപ്പം UDF കൺവീനർ അടൂർ പ്രകാശും സമാനമായ തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് രാഷ്ട്രീയ പ്രതിരോധം തീർക്കും എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. അതിനെ പിന്തുണച്ചുകൊണ്ടാണ് ഇന്ന് MM ഹസൻ കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. വനിതാ നേതാക്കൾ പാർട്ടി ഒരു നടപടി എടുക്കുന്നതിന് മുമ്പ് പരസ്യമായി പ്രതികരണം നടത്തിയത് തെറ്റായി പോയി എന്നും MM ഹസൻ പറഞ്ഞു വെച്ചു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനി ഗുരുതരമായ ആരോപണങ്ങളൊന്നും ഉയരില്ല എന്ന ഒരു ആശ്വാസത്തിലാണോ അതോ അതിനപ്പുറത്തേക്ക് നിയമപരമായി ആരും പോലീസിനെ ഇതുവരെ സമീപിച്ചിട്ടില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണോ ഇങ്ങനൊരു നിലപാട് മാറ്റം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനിടെ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം നാളെ മുതൽ മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് കടക്കും. 10-ലധികം പരാതികളാണ് വിവിധ സ്ഥലങ്ങളിലായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഇമെയിലായി പരാതി അയച്ചിരിക്കുന്ന 2 പേരുടെ മൊഴിയാകും നാളെ രേഖപ്പെടുത്തുക. അവർ നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനാണ് ക്രൈംബ്രാഞ്ചിൻ്റെ തീരുമാനം. പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നതെന്നാണ് വിവരം. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേഷിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്നിരുന്നു. അന്വേഷണം ഏത് ദിശയിൽ മുമ്പോട്ട് പോകണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ADGPയുടെ നേരിട്ടുള്ള മേൽനോട്ടം ഉണ്ടാകും എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് എത്താനുള്ള നീക്കം നടത്തുന്നു എന്ന വിവരങ്ങൾ കൂടി അതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് കടന്നാൽ അതിനെ രാഷ്ട്രീയമായി തെരുവിൽ നേരിടുമെന്ന് BJP തന്നെ നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ പ്രതിരോധം തീർത്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുന്നതും അതോടൊപ്പം ഇടത് നേതാക്കൾക്കെതിരെ നേരത്തെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ കുത്തിപ്പൊക്കാനുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നതും ഈ നീക്കങ്ങളുടെ ഭാഗമായി സ്വപ്ന സുരേഷ് മുൻ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ വിശദമായ മൊഴിയെടുത്തുള്ള അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഒരു കോൺഗ്രസ് നേതാവ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി അതുല്യയെ ഭർത്താവ് സതീഷ് ഉപദ്രവിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. അതുല്യയെ കൊലപ്പെടുത്തുമെന്ന് പറയുന്നതാണ് ദൃശ്യങ്ങളിൽ. 10 വർഷം പീഡനം സഹിച്ചെന്ന് അതുല്യ പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കൊല്ലം തേവലക്കര സ്വദേശിനിയായ അതുല്യയെ കൂടുതൽ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുൻപ് അതുല്യയുടെ ശബ്ദ സന്ദേശങ്ങളും അതുല്യയെ മർദ്ദിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ബെൽറ്റ് വെച്ച് അടിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ ചിത്രീകരിക്കുമ്പോൾ ഈ മർദ്ദന ദൃശ്യങ്ങളെല്ലാം തന്നെ അതുല്യ തൻ്റെ ഫോണിൽ ചിത്രീകരിക്കുമ്പോൾ സതീഷ് വളരെ രീതിയിൽ പ്രകോപിതനായിട്ട് മർദ്ദിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുതിയതായി പുറത്തു വന്നിരിക്കുന്നത്. ഇതാണ് ഇവർ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. പക്ഷേ പ്രതിഭാഗം ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പഴയതാണ് എന്നുള്ള ഒരു വാദമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ കോടതി കൃത്യമായി നിരീക്ഷിച്ചു. ഇതിൻ്റെ ഫോറൻസിക് ഫലം, ഈ ദൃശ്യങ്ങളുടെ ഫോറൻസിക് ഫലം ഉടൻ തന്നെ കോടതിയിൽ സമർപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് കോടതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അതുല്യയുടെ കുടുംബം വിശ്വസിക്കുന്നത് തൻ്റെ മകളെ സതീഷ് കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ്. നിലവിൽ സതീഷിന് ഇപ്പോൾ ജാമ്യത്തിലാണ്. ഷാർജയിൽ കഴിഞ്ഞ ജൂലൈ 19-നായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ഇരുവരും താമസിച്ചിരുന്ന ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു അതുല്യയുടെ മൃതശരീരം കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ പുറത്തു വന്ന സാഹചര്യമുണ്ട്. സതീഷിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെ നിലനിന്നിരുന്നു. സതീഷ് തൻ്റെ നിരപരാധിയാണെന്നും സതീഷ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ് സതീഷ് അന്ന് തന്നെ മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അടക്കം കേസ് ഏറ്റെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്ത സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ കോടതി പരിഗണനയിലാണ് ഈ വിഷയം നിലനിൽക്കുന്നത്.
എന്തായാലും ഈ വിഷയത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബം ഇപ്പോഴും അതുല്യെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലും ഉറച്ച ആരോപണത്തിലും തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എസ് വിനീഷിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. വയനാടിന്റെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകുന്ന ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിന് വൈകിട്ട് തുടക്കമാകും. തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പാത വരുന്നതോടെ കേരളത്തിൽ നിന്ന് കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രയും സുഗമമാകും. MS അനീഷ് കുമാറും അപ്പോൾ TG സജിത്തുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം അനീഷിലേക്ക് പോവുകയാണ്. അനീഷ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാടിന്റെ യാത്രാ ദുരിതത്തിന് ഒരു ശാശ്വത പരിഹാരമാണ്. അതിനപ്പുറം കേരളത്തിന്റെ വികസന കുതിപ്പിന്റെ ഒരു നിർണായക ഘട്ടം കൂടിയാണ്. ഇന്ന് വൈകുന്നേരമാണ് ഉദ്ഘാടനം. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കൂടി. ആര്യ, പിന്നാക്ക ജില്ലയായ വയനാടിൻ്റെ ഒരു വികസന സ്വപ്നം പൂണിയുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ പുതിയ തുരങ്ക പാത വരുമ്പോൾ വയനാട് ജില്ല പലപ്പോഴും അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ പോലും ഈ വർഷകാലത്തടക്കമുണ്ടാവും. കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം പലവട്ടമാണ് ചുരത്തിലൂടെയുള്ള ഗതാഗതം ബ്ലോക്കാവുകയും മണ്ണും മറ്റുമൊക്കെ വഴിയിലേക്ക് വീഴുകയും ചെയ്തു. എന്തായാലും അത്തരം പ്രതിസന്ധികളിൽ നിന്നും വയനാടിനെ രക്ഷിക്കുക എന്നൊരു കൃത്യമായ ദൗത്യമാണ് ഈ ടണലിന് നിർവഹിക്കാനുള്ളത്. 2134 കോടി രൂപ മുതൽമുടക്കുള്ള പദ്ധതി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ പദ്ധതികളൊന്നായി വിലയിരുത്തപ്പെടുന്നു. 8.73 കിലോമീറ്റർ പാതയാണ് ആകെ ഉള്ളത്. അതിൽ 8.1 കിലോമീറ്റർ ടണലുകളായാണ്, അത് ഇരട്ട ടണലുകളായാണ് ഇത്രയധികം ദൂരത്തിൽ ഈ തുരങ്കം വരുന്നത്. ഇത് രണ്ടും സംസ്ഥാന പാതയുമായി വയനാട് ഭാഗത്തും കോഴിക്കോട് ഭാഗത്തും ബന്ധിപ്പിക്കുമ്പോൾ സുഗമമായ ഒരു സഞ്ചാരം ഈ പാതയിലൂടെ ഉറപ്പുവരുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. നേരത്തെ ഈ പരിസ്ഥിതി വകുപ്പിൻ്റെയും വനംവകുപ്പിൻ്റെയും ഒക്കെ അനുമതി ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 33 ഹെക്ടറോളം ഭൂമിയാണ് പദ്ധതിക്കായി വേണ്ടി വരുന്നത്. അതിൽ ഏറിയ പങ്കും വനഭൂമിയാണ്. അവയുടെ ഏറ്റെടുപ്പ് കഴിഞ്ഞു. 90% സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയും ഏറ്റെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ വലിയ വികസന പരിപാടികളുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇനിയൊരു കുരുക്ക് ഇതിനു മുന്നിൽ ഇനി ഇല്ല എന്നതാണ് സർക്കാർ പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം ഈ പദ്ധതി പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രതിപക്ഷമടക്കം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകും. ഒപ്പം ഏറെ വിശ്വാസയോഗ്യമായ കൊങ്കൺ റെയിൽവേ ആണ് ഇതിൻ്റെ ഈ ടണൽ നിർമ്മാണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. അനുബന്ധ റോഡ് നിർമ്മാണം അടക്കമുള്ള മിക്ക കാര്യങ്ങളും പുരോഗമിക്കുന്നു. 4 മണിക്ക് തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുക. വയനാട് MP പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള മറ്റ് UDF MPമാർ അടക്കമുള്ളവരും ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കും. ആര്യ, തീർച്ചയായും. സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം TG സജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഇരട്ട തുരങ്ക പാതയായി ഇത് മാറും എന്നുള്ളതാണ്. അതിനപ്പുറം ഒരുപാട് സവിശേഷതകളുണ്ട്. വയനാട്ടിലേക്കുള്ള യാത്രയുടെ ദൂരം കുറയും, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കുന്നതിനുള്ള യാത്രയുടെ ദൂരം കുറയും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ എണ്ണി പറയാനുള്ള ഒരു നിർമ്മാണമാണ്. ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് എങ്ങനെയാണ് സജിത്ത്? വയനാട് എന്ന ജില്ല കേരളത്തിൻ്റെ ഭാഗമാണെങ്കിൽ കൂടിയും ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരിടം എന്നതാണ് വയനാടിൻ്റെ പ്രത്യേകത. പലപ്പോഴും വയനാടിന് മികച്ച ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വെല്ലുവിളിയായി നിൽക്കുന്നത് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. ഏറ്റവും സമീപ ദിവസങ്ങളിലായി നമ്മൾ കണ്ട താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചിൽ വയനാട് എന്ന ജില്ലയെ തന്നെ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയി. ഇത്തരം ഘട്ടങ്ങളിൽ ഒരു വർഷത്തിൻ്റെ പല സമയങ്ങളിലായി ഉണ്ടാകുന്നുണ്ട്. ഇതിന് പുറമെ മികച്ച റോഡുണ്ടായാൽ പോലും താമരശ്ശേരി ചുരത്തിലുണ്ടാകുന്ന ഗതാഗത കുരുക്ക് അവിടേക്കുള്ള തടസ്സം പലതുണ്ടാക്കുന്നുണ്ട്. അത് സാധാരണ ജീവിതം മാത്രമല്ല, ചരക്ക് നീക്കം പോലെയുള്ള സുപ്രധാനമായ നീക്കങ്ങൾക്കും പ്രതിസന്ധിയാണ്. കർണാടക, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള പ്രധാനപ്പെട്ട യാത്രാ പാതകളിൽ ഒന്നുകൂടിയാണ് ഇതോടുകൂടി അടയപ്പെടുന്നത്. ഇതിന് എന്ത് പരിഹാരം എന്ന ചിന്ത വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചതാണ്. ഇവിടെയാണ് നേരത്തെ സർക്കാർ ഇത്തരമൊരു പ്രഖ്യാപനവും ആലോചനയിൽ നടത്തുന്നത്. ഇരട്ട തുരങ്ക പദ്ധതി. പലപ്പോഴും ഈ ചിന്ത ആദ്യം വന്നപ്പോൾ തന്നെ ഇതിൻ്റെ സാധ്യത എത്രമാത്രം എന്ന ആശങ്കകൾ പല രീതിയിൽ ഉണ്ടായതാണ്. കേരളത്തിൽ ഈ പദ്ധതി പ്രാവർത്തികമാകുമോ, അത് സാധ്യമാകുമോ, അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിരവധിയല്ലേ? പ്രത്യേകിച്ച് ഭൂമി കുലുക്കവും മറ്റും അടുത്തിടങ്ങളിൽ ഉണ്ടായ സാഹചര്യത്തിൽ കൂടി അത് വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ കക്ഷികളടക്കം സർക്കാരിൻ്റെ ഈ ആലോചനയ്ക്കെതിരെ ആദ്യഘട്ടത്തിൽ രംഗത്ത് വന്നു. പക്ഷേ ഈ ഉദ്ഘാടന സമയത്തേക്ക് വരുമ്പോൾ സാഹചര്യങ്ങൾ മാറുന്നു. രാഷ്ട്രീയ പിന്തുണ സർക്കാരിനൊപ്പമാണ്. പ്രതിപക്ഷ കക്ഷികളും അവിടുത്തെ ജനപ്രതിനിധികളും UDFൻ്റെ ജനപ്രതിനിധികളും അടക്കം ഇത് തങ്ങളുടെ പദ്ധതി എന്ന തരത്തിലേക്ക് പോലും ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നതാണ് സാഹചര്യം. ഏറെക്കുറെ വിവാദങ്ങൾ ഒഴിവാക്കി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയുന്നു എന്ന മറ്റൊരു വലിയ സാധ്യത കൂടിയുണ്ട്. പ്രത്യേകിച്ച് കൊങ്കൺ റെയിൽ കോർപ്പറേഷനെ ഈ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചതോടുകൂടി ഇതിൻ്റെ സാഹചര്യം മാറി. മറ്റൊന്ന് 2114 കോടി എന്ന ഒരു വലിയ തുക മുടക്കിയുള്ള സംസ്ഥാനത്തെ ഒരു വമ്പൻ പദ്ധതിയായി ഇത് മാറുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഇതോടുകൂടി ഇതിൻ്റെ സാഹചര്യങ്ങൾ മാറുന്നു എന്നതാണ് അവസ്ഥ.
നമുക്ക് നോക്കുമ്പോൾ അറിയാം ആനക്കാംപൊയിൽ എന്ന പ്രധാനപ്പെട്ട കോഴിക്കോട് ജില്ലയിൽ നിന്നും മേപ്പാടി എന്ന വയനാട് ജില്ലയിലെ ഇടത്തേക്ക് ബന്ധിപ്പിക്കുന്ന രണ്ടിടത്തേക്കും ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഇരട്ട തുരങ്ക പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ പ്രത്യേകതയിൽ ഒന്ന്, ഇത് ഇരട്ട തുരങ്കമായതുകൊണ്ട് തന്നെ ഭാവിയിലെ സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഈ പദ്ധതി മുന്നോട്ട് പോയി എന്നതാണ്. ഈ പദ്ധതിയുടെ രൂപരേഖയിലേക്ക് വരുമ്പോൾ കോഴിക്കോട് സ്വർഗം കുന്ന് മുതൽ വയനാട് കള്ളാടി, മേപ്പാടിയിലെ കള്ളാടി ഭാഗത്തേക്ക് വരെ നീളുന്ന ഒരു പദ്ധതി എന്ന പ്രത്യേകതയുണ്ട്. 8.11 കിലോമീറ്റർ ദൂരവും 2134 കോടി എന്ന ചെലവുമാണ് ഈ പദ്ധതിയെ പ്രത്യേകത. കിഫ്ബി വഴി പൂർണ്ണമായും ഈ പദ്ധതിയുടെ ഫണ്ട് കേരള സർക്കാർ കണ്ടെത്തുമെന്ന പ്രഖ്യാപനമാണ് ഉണ്ടാവുന്നത്. 60 മാസം കൊണ്ടാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുമെന്ന സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. അത് ആ രീതിയിൽ വേഗത്തിൽ നിർമ്മാണ ചെലവുകൾ നടക്കും, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമെന്നതാണ് സർക്കാരിൻ്റെ അവകാശവാദം. ഒപ്പം ഓരോ 3 കിലോമീറ്ററിലും, കാരണം ഇരട്ട തുരങ്കം എന്ന് പറയുന്നത് നിരവധി സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കും, 8 കിലോമീറ്ററിലധികം ദൈർഘ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ 300 മീറ്ററിലും ക്രോസ് പാസേജുകൾ നിർമ്മിച്ചിട്ടുണ്ട്. കാരണം ഈ ക്രോസ് പാസേജുകൾ വഴി ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോക്കോ രക്ഷാദൗത്യങ്ങളോ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇരട്ട തുരങ്കങ്ങൾ വഴിയുള്ള ക്രോസ് പാസേജുകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ 24 മണിക്കൂറിലും ഇവിടെ CCTV നിരീക്ഷണം ഉണ്ടാവും. ഒപ്പം തന്നെ ഫയർ എക്സിറ്റുകളും അഗ്നിശമന സുരക്ഷാ സംവിധാനങ്ങളുമൊക്കെ അവിടെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ പാത കടന്നു പോകുന്നത്. ഒപ്പം ഇതിൻ്റെ നേട്ടം പ്രധാനമായും ഉണ്ടാവുക എന്ന് പറയുന്നത് വയനാട്ടിലെ ഗതാഗത പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാര സാധ്യതയാണ് തുറക്കുന്നത്. ഒപ്പം ഇരട്ട തുരങ്കം, ദീർഘദൂരത്തിലുള്ള ഇരട്ട തുരങ്കം എന്നത് ടൂറിസം രംഗത്തും വമ്പൻ കുതിച്ചുചാട്ടത്തിനുള്ള അവസരമാണ് കേരളത്തിൽ ഉണ്ടാക്കുക എന്ന മറ്റൊരു പ്രത്യേകതയുമുണ്ട്. താമരശ്ശേരി ചുരത്തെ പൂർണ്ണമായി ഒഴിവാക്കി വയനാട്ടിലേക്ക് യാത്ര ചെയ്യാമെന്ന പ്രത്യേകതയുണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലേക്ക് എത്തിച്ചേരാനുള്ള പ്രധാനപ്പെട്ട പാത ഇപ്പോഴും കോഴിക്കോട് താമരശ്ശേരി ചുരം തന്നെയാണ്. പലപ്പോഴും ഹെയർ പിൻ വളവുകളും അതിൻ്റെ സങ്കീർണതകളും മണ്ണിടിച്ചിലും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അവിടെ നിലവിൽ തന്നെയുണ്ട്. അത് പൂർണ്ണമായി ഒഴിവാക്കി യാത്ര ചെയ്യാൻ ഇത് അവസരം ഉണ്ടാക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. സമയലാഭം ഉണ്ടാകുന്നു. അതായത് 1.5 മണിക്കൂറോളം കോഴിക്കോട് ഒപ്പം വയനാട് യാത്രയിൽ സമയലാഭം ഉണ്ടാകുന്നു എന്ന പ്രത്യേകത കൂടി ഇതിൻ്റെ പ്രധാനപ്പെട്ട നേട്ടമാണ്. ടൂറിസം മേഖലയിൽ വമ്പൻ ഉണർവ് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കുമുള്ള ചരക്ക് നീക്കം നമുക്കറിയാം. ഈ കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും തന്ത്രപ്രധാന ഇടങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള ചരക്ക് നീക്കം ഇപ്പോഴും വയനാട് വഴിയാണ്. ആ വയനാട് വഴിയുള്ള ചരക്ക് നീക്കത്തിൽ ഈ ഹെയർപിൻ വളവുകളും താമരശ്ശേരി ചുരമൊക്കെ ഒഴിവാക്കി ഇരട്ട തുരങ്കം വഴി എത്തിക്കാൻ കഴിയുമെന്ന വലിയ സാധ്യത കൂടിയാണ് നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ വികസന രംഗത്ത് വമ്പൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ വലിയ സാധ്യതയുള്ള ഒരു പദ്ധതി കൂടിയാണ് വയനാട് കോഴിക്കോട് ഇരട്ട തുരങ്ക പദ്ധതി. തീർച്ചയായും TG സജിത്താണ് വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേർന്നത്. തുരങ്കപാത മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിന് വഴിവെക്കുമെന്ന് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ്. വയനാടിന്റെ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും ലിൻഡോ ജോസഫ് പറഞ്ഞു. വയനാട് ചുരത്തിലുണ്ടാകുന്ന ബ്ലോക്ക് പലപ്പോഴും നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകാറുണ്ട്. ആ പ്രതിസന്ധിയെ ഒരു പരിധിവരെ മറികടക്കാൻ ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത കൊണ്ട് കഴിയും. അപ്പോൾ പുതിയ രീതികൾ, നിർമ്മാണ രീതികൾ, ആഘാതങ്ങൾ കുറഞ്ഞുള്ള നിർമ്മാണ രീതികളെ സമീപിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ വയനാടിനൊരു രക്ഷ എന്ന നിലയിൽ, ചരക്ക് നീക്കം സുഗമമാക്കുന്ന നിലയിൽ, നമ്മുടെ ബാംഗ്ലൂർ കൊച്ചി വ്യവസായ ഇടനാഴി ഏറ്റവും മികച്ചതാക്കുന്ന നിലയിലുള്ള ഒരു പദ്ധതി എന്ന നിലയിൽ ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത ശ്രദ്ധ നേടുകയാണ്. പൂർണ്ണമായിട്ടും പരിസ്ഥിതി സൗഹാർദ്ദമായി ഏറ്റവും അനുയോജ്യമായ പദ്ധതി എന്ന നിലയിലാണ് ഈ തുരങ്കപാത നിർമ്മിക്കുന്നത്. ആശങ്കകൾ പരിഹരിക്കാം, പക്ഷെ ബോധപൂർവം ഉണ്ടാക്കുന്ന ആശങ്കകൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. അത് നിക്ഷിപ്ത താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ്. അതേസമയം വയനാട് തുരങ്കപാതയ്ക്കെതിരെ മാവോയിസ്റ്റ് പോസ്റ്റർ തിരുവമ്പാടി പുല്ലൂരാംപാറയിലാണ് പോസ്റ്റർ ഒട്ടിച്ചത്. പശ്ചിമഘട്ട പ്രദേശങ്ങളെ തകർക്കുന്ന തുരങ്കപാത നിർമ്മാണം പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. പിണറായി പോലീസ് മാവോയിസ്റ്റ് വേട്ട അവസാനിപ്പിക്കുക, UAPA ചുമത്തി തുറങ്കിൽ അടച്ച പ്രവർത്തകരെ മോചിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളും പോസ്റ്ററിലുണ്ട്. എറണാകുളം കോതമംഗലത്ത് കിണറ്റിൽ വീണ കാട്ടാനക്കുട്ടിയെ കയറ്റാനുള്ള ദൗത്യം വീണ്ടും തുടങ്ങി. ഫെൻസിംഗ് ജോലി വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് സ്ഥലത്തെത്തിയ കളക്ടർ G. പ്രിയങ്ക ഉറപ്പു നൽകിയതോടെയാണ് MLA ആന്റണി ജോണും നാട്ടുകാരും പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഓൾറെഡി DFO ഉറപ്പ് തന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു കാര്യത്തിൽ പിന്നെ കിണറുടെ ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ DFOയുടെ ഒരു കാര്യം മുമ്പോട്ട് പോകും. പിന്നെ ഈ സോളാർ ഫെൻസിന്റെ കാര്യത്തിൽ നമ്മുടെ മോണിറ്ററിംഗ് ഉണ്ടായിരിക്കും. അത് DFOയും ഞാനും പിന്നെ ബഹുമാനപ്പെട്ട MLA എല്ലാവരും ഒരു കൂട്ടിച്ചേർത്ത് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ നല്ല കാലാവസ്ഥയുണ്ട്, നമുക്ക് വർക്ക് ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ നടപടികളും. അതെ അതെല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. സംസ്ഥാന ഗവൺമെന്റിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് വളരെ കൃത്യമായ ഇടപെടൽ, ആവശ്യമായ ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട്
ഇന്ന് ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള പ്രതിരോധ മാർഗങ്ങൾ, അത് ട്രെഞ്ച്, ഹാങ്ങിങ് ഫെൻസിങ് ഉൾപ്പെടെയുള്ള അത്തരം പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് പൂർണ്ണമായി എന്നല്ല ഞാൻ അവകാശപ്പെടുന്നു. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ആവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ട് അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നു എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന ആക്ഷേപം. അപ്പൊ അതേ സംബന്ധിച്ച് ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, നേരത്തെ കഴിഞ്ഞ വർഷമാണ് മുക്കത്തുപാറ ഇതുപോലൊരു സംഭവം ഉണ്ടായി. അതിന്റെ തുടർച്ചയിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായതിന്റെ ഭാഗമാണ് അവിടെ ആവശ്യമായ ഫണ്ട് അനുവദിച്ചു. കൃത്യമായി ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ അത് കളക്ടർ തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ട് സമയബന്ധിതമായി ഈ പ്രവൃത്തി പൂർത്തീകരിക്കാനായിട്ടുള്ള കൃത്യമായ ഇടപെടൽ കളക്ടർ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അതാണ് ഈ ജനങ്ങൾക്ക് വേണ്ടി കോതമംഗലം MLA എന്നുള്ളതിൽ എനിക്ക് അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. കാട്ടാനക്കുട്ടിയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാമെന്ന DFOയുടെ ഉറപ്പിനെ തുടർന്ന് നാട്ടുകാർ ആദ്യം പ്രതിഷേധം അവസാനിപ്പിച്ചിരുന്നുവെങ്കിലും കളക്ടർ സ്ഥലത്തെത്തണമെന്ന് MLA നിലപാടെടുത്തതോടെ ദൗത്യം നിർത്തിവെക്കുകയായിരുന്നു. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, ആദ്യഘട്ടത്തിൽ ഈ കാട്ടാനക്കുട്ടിയെ കയറ്റാനുള്ള ശ്രമം, ആ ദൗത്യം ഊർജിതമായി നടക്കാതെ പോയത് നാട്ടുകാരുടെ പ്രതിഷേധം മൂലമാണ്. പക്ഷെ അവരുടെ പ്രതിഷേധം തീർത്തും ന്യായമാണ്. കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു വിഭാഗമാണ്. അവിടുത്തെ ആ പ്രദേശവാസികളുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം പോലും ഉണ്ടായ വാർത്തകളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്വാഭാവികമായും അവർ പ്രതിഷേധിച്ചത്. എന്തായാലും ഇപ്പോൾ DFOയുടെയും കളക്ടറുടെയും ഒക്കെ ഉറപ്പിനെ തുടർന്ന് ഈ പ്രതിഷേധം അവസാനിപ്പിക്കുമ്പോൾ ഈ ദൗത്യം, കാട്ടാനക്കുട്ടിയെ രക്ഷിക്കാനുള്ള ദൗത്യം, അത് പുനരാരംഭിച്ചിട്ടുണ്ടോ? എങ്ങനെ പുരോഗമിക്കുന്നു? ആനയെ കരയ്ക്ക് കയറ്റാനുള്ള ദൗത്യം പുനരാരംഭിച്ചിട്ടുണ്ട് ആര്യ. എന്തായാലും ആര്യ സൂചിപ്പിച്ചതുപോലെ ജില്ലാ കളക്ടർ G. പ്രിയങ്ക സംഭവ സ്ഥലത്തെത്തി കാട്ടാന ശല്യത്തിന്, വന്യമൃഗ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണാമെന്ന ഉറപ്പ് നൽകിയതോടുകൂടിയാണ് ആനയെ കര കയറ്റാനുള്ള നീക്കത്തിലേക്ക് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. അങ്ങനെയാണ്. അതിനു മുൻപ് തന്നെ നേരത്തെ ഈ DFOയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരോട്, നാട്ടുകാരോടൊക്കെ കാട്ടാനയെ കയറ്റുന്നതിന് മുൻപ് തന്നെ വന്യമൃഗശല്യത്തിലുള്ള പരിഹാരം കാണാമെന്നൊക്കെ നേരത്തെ തന്നെ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കിണറ്റിൽ നിന്ന് ആനയെ കയറ്റാനുള്ള ദൗത്യങ്ങൾ ആരംഭിച്ചിരുന്നു. അതേസമയം അത് നേരത്തെ തന്നെ വനംവകുപ്പ് ഇത്തരം നേരത്തെ ഒരു 1.5 വർഷം മുൻപ് ഒരു കാട്ടാന കിണറ്റിൽ വീഴുകയും അത് വലിയ, അതായത് നിരന്തരമായി ഇങ്ങനെ ആനകൾ ഇറങ്ങുകയും കാർഷിക വിളകളൊക്കെ നശിപ്പിക്കുകയും അതുപോലെ അവിടെ തന്നെ ആ സമയത്ത് തന്നെ ഒരു സ്ത്രീയെ ചവിട്ടിക്കൊല്ലുന്ന സാഹചര്യം, കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന, വന്യമൃഗ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചതും പ്രദേശവാസികൾ. പ്രത്യേകിച്ചും വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് ശരിക്കും ഈ കോട്ടപ്പുറം പഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ വലിയ ഉപദ്രവമാണ് വന്യജീവികളെ കൊണ്ട്. അത് നേരത്തെ തന്നെ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും നിരന്തരം അതിന് പരിഹാരം കാണാതെ വരികയും ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പൊറുതിമുട്ടി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്കും എത്തിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അടിയന്തരമായി ഇങ്ങനെ കാട്ടാന കിണറ്റിൽ വീണ സാഹചര്യത്തിൽ അടിയന്തരമായി അതിന് പരിഹാരം കാണാതെ മുന്നോട്ട് പോകണ്ട എന്നുള്ളൊരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർക്ക് പോകേണ്ടി വന്നതും അങ്ങനെയാണ്. ഈ കുടിവെള്ള സ്രോതസ്സായ ഒരു കിണറ്റിലാണ് ഇത് വീണിട്ടുള്ളതും. മാത്രമല്ല ആ കൂട്ടത്തോടെ എത്തിയ കാട്ടാനയിൽ നിന്നും ഒരു ആന ഇതിലേക്ക് വീണതല്ല, 4-5 ആനകളാണ് ഇതിൻ്റെ ഒപ്പം, 3-4 ആനകൾ, അതായത് ചെറിയ സംഖ്യ ആനകൾ മാത്രമേ ഇതിൻ്റെ ഒപ്പമുള്ളൂ. അവർ തന്നെ പുഴയ്ക്ക് അക്കരെ കാത്തു നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഏത് സാഹചര്യത്തിലും മൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാവുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതിന് നേരത്തെ തന്നെ ഫെൻസിങ് പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിരുന്നു. ഫെൻസിങ് നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിരുന്നെങ്കിൽ അത് പൂർത്തിയായിരുന്നില്ല. 1 വർഷമായി ഈ പറയുന്നത് പോലെ വേലികെട്ടൽ, സോളാർ വേലി ഉണ്ടാക്കൽ പകുതി വഴിയിൽ ഉപേക്ഷിച്ച സാഹചര്യമായിരുന്നു. മാത്രമല്ല കിടങ്ങുകൾ ഉണ്ടാക്കുന്നത് മറ്റൊരു പരിഹാരമായിരുന്നു. പക്ഷേ കിടങ്ങുകളുടെയൊക്കെ വീതി കുറഞ്ഞു വരികയും ഡയറക്റ്റ് മൃഗങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യവുമാണ് നിലവിലുള്ളത്. ഇതൊന്നും ശാശ്വതമായി ഈ പ്രശ്നം പരിഹരിക്കാൻ ഉതകുന്നതായിരുന്നില്ല. അതുമാത്രമല്ല വനംവകുപ്പിൻ്റെ ഈ പ്രദേശത്തോടുള്ള അവഗണന കൂടി കണക്കിലെടുത്ത് അത് അവസാനിപ്പിച്ച് ഇവിടെയുള്ളവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് തന്നെയായിരുന്നു പൊതുജനങ്ങളുടെ വീട്ടുടമ വർഗീസിന്റെ ആവശ്യം അതായിരുന്നു. അതുകൊണ്ട് തന്നെ കാട്ടാനയെ കിണറ്റിൽ നിന്നും കര കയറ്റുന്ന JCB ഉപയോഗിച്ച് മണ്ണ് മാന്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴും സ്ഥലത്ത് MLA ആന്റണി ജോൺ സ്ഥലത്തെത്തിയതോടെ അദ്ദേഹം തന്നെ പറഞ്ഞു, വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട പരിഹാരം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. അതിനുശേഷമാണ് ജില്ലാ കളക്ടർ സ്ഥലത്തെത്തുകയും
DFOയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായി ഇത് അതായത് ഈ കാട്ടാന ശല്യം നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് വനം വകുപ്പ് ഉറപ്പ് നൽകുകയും ജില്ലാ കളക്ടർ അക്കാര്യത്തിൽ ഉറപ്പ് നൽകുകയും ചെയ്തതോടെയാണ് ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിക്കുകയും വീണ്ടും ആനക്കുട്ടിയെ കരയിൽ കയറ്റാനുള്ള നടപടിക്രമങ്ങൾ വീണ്ടും തുടങ്ങി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും വൈകുന്നേരത്തോടു കൂടി ആകുമെന്നാണ് നിലവിലത്തെ ഒരു സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഒരു അത്യാവശ്യം ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നുള്ള അല്ലെങ്കിൽ പരിഹാരം ലഭിക്കുമെന്നുള്ള ഉറപ്പ് കിട്ടിയതിൻ്റെ ആശ്വാസത്തിൽ തന്നെയാണ് ജനങ്ങൾ. എന്നിരുന്നാൽ പോലും ഒന്ന് ഉറങ്ങിയാലോ അല്ലെങ്കിൽ ഒന്ന് കണ്ണടച്ചാലോ പോലും വന്യമൃഗങ്ങളുടെ ശല്യം എത്തുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഇവർ അങ്ങേയറ്റം ആശങ്കയിലാണ്, അങ്ങേയറ്റം ബുദ്ധിമുട്ടിലാണ്, ദുരിത ജീവിതമാണ് ഇവിടെയുള്ളവർ നയിക്കുന്നത്. അതിന് ശാശ്വത പരിഹാരമുണ്ടായേ പറ്റൂ എന്നുള്ളത് അവസരം. കാരണം ഇത് ഒന്നും രണ്ടും തവണയല്ല, ഇതിങ്ങനെ ആവർത്തിക്കുന്നു. ഒന്നിൽ കാട്ടുപോത്ത്, അതല്ലെങ്കിൽ കാട്ടുപന്നി, അതല്ലെങ്കിൽ കാട്ടാന, ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഈ പ്രദേശത്ത് വ്യാപകമാണ്. അത് പ്രത്യേകിച്ചും വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ പല ആളുകളും ഈ വനംവകുപ്പിന് തന്നെ അവരുടെ വീടും ഭൂമിയും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ പോലും ചിലർക്കൊക്കെ അതുകൊണ്ട് ജീവിക്കേണ്ടുന്ന സാഹചര്യം നമ്മൾ ചില പ്രദേശങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന, ഉദാഹരണത്തിന് മത്സ്യത്തൊഴിലാളികളെ പോലുള്ള ആളുകളെ പോലെ ഇവർ മറ്റൊരിടത്ത് പോയാൽ എങ്ങനെ ജീവിക്കുമെന്നുള്ള ആശങ്ക അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് പലരും അവിടെ വിട്ടു പോകാത്തത്. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അവിടെ ഏറെക്കുറയും ഉള്ളത്. ഏക്കർ കണക്കിന് ഭൂമിയുള്ളവരുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ കൃഷിയുള്ളവരുണ്ട്. ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് അവർക്ക് മറ്റൊരിടത്തേക്ക് പുനരധിവസിക്കാനുള്ള അല്ലെങ്കിൽ ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള നീക്കമൊക്കെ സർക്കാർ നടത്തിയാൽ അത് പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ കോട്ടപ്പടി മേഖലയിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വനാതിർത്തിയാണ്, ഈ പഞ്ചായത്ത് അടങ്ങുന്ന സ്ഥലങ്ങളൊക്കെ വനാതിർത്തിയാണ്. അതിന് കൃത്യമായ ഫെൻസിങ്ങുകളോ അതല്ലെങ്കിൽ കിടങ്ങുകളോ നിർമ്മിച്ച് ഇതിനെ വനത്തിൽ നിന്നും കുറച്ചുകൂടി ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം വേണമെന്ന് തന്നെയാണ് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിഷേധത്തിൽ മുതിർന്നതും. ആ പ്രതിഷേധത്തെ തുടർന്ന് എന്തായാലും ജില്ലാ കളക്ടറും DFOയും അടങ്ങുന്ന സംഘമൊക്കെ അത് സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ആനക്കുട്ടിയെ കരയിൽ കയറ്റാനുള്ള നടപടിക്രമങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ആര്യ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. സപ്ലൈകോയ്ക്ക് നെല്ല് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം ലഭിക്കാത്തതിനെ തുടർന്ന് ഓണത്തിന് പട്ടിണി സമരത്തിനൊരുങ്ങി പൊന്നാനിയിലെ കോൾ കർഷകർ. പൊന്നാനിയിലെ 3000-ഓളം കോൾ കർഷകർക്ക് മാത്രം 18.5 കോടിയോളം രൂപ നെല്ല് സംഭരിച്ച വകയിൽ ലഭിക്കാനുണ്ട്. കേന്ദ്രത്തെ പഴിച്ച് സർക്കാർ കൈ കഴുകുമ്പോൾ ഓണക്കാലം പട്ടിണിയിലാകുമെന്ന ദുരിതമാണ് കർഷകർ പങ്കുവെക്കുന്നത്. മെയ് മാസത്തിൽ സംഭരിച്ച നെല്ലിന്റെ വില ഓഗസ്റ്റ് മാസം കഴിഞ്ഞിട്ടും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. എല്ലാവരും സമൃദ്ധമായ ഓണം ആഘോഷിക്കുമ്പോൾ നാടിന് അന്നം ഊട്ടിയവർ പട്ടിണി സമരത്തിന് ഒരുങ്ങുകയാണ്. പൊന്നാനി കോൾ മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കൊലോത്തുംപാടം പടവിൽ, ഇവിടുത്തെ തന്നെ ഏറ്റവും വലിയ പാടശേഖരമാണ്. ഈ നിറഞ്ഞു കിടക്കുന്നതൊക്കെ ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ വെള്ളമല്ല, കർഷകരുടെ കണ്ണീരാണ്. കാരണം ഇവരിൽ നിന്ന് സംഭരിച്ച നെല്ലിൻ്റെ വില മാസങ്ങൾക്കിപ്പുറം ഇവർക്ക് ലഭിച്ചിട്ടില്ല. മെയ് 20-ാം തീയതി സംഭരണം പൂർത്തിയായതാണ്. ഓഗസ്റ്റ് പൂർത്തിയാകുമ്പോഴും ഇവരുടെ നെല്ലിൻ്റെ വില ഇപ്പോഴും കിട്ടാക്കനിയായിട്ട് കിടക്കുകയാണ്. 33,000-ത്തിലധികം ടൺ നെല്ലാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ആകെ സംഭരിച്ചത്. അതായത് ഇവിടെ നെല്ല് നൽകിയ ഏകദേശം 3000-ഓളം കർഷകർക്കായിട്ട് 18.5 കോടി രൂപയാണ് ലഭിക്കേണ്ടത്. അത് ഇതുവരേക്കും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓണക്കാലം ഈ കർഷകരെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച കാലമാണ്, വറുതിയുടെ കാലമാണ്, പട്ടിണിയുടെ കാലമാകുമോ എന്ന ആശങ്കയിലാണ്. കർഷകർക്ക് പറയാനുള്ളത് സർക്കാരിനാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വമുള്ളത്. സപ്ലൈകോയ്ക്കാണ് ഞങ്ങൾ നെല്ല് നൽകിയത്. അപ്പോൾ അതിൻ്റെ പണം നൽകാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനും സപ്ലൈകോയ്ക്കുമാണുള്ളത്. കേന്ദ്രം നൽകിയില്ല എന്ന ന്യായം പറഞ്ഞല്ല ഒഴിഞ്ഞു മാറേണ്ടതെന്നാണ് കർഷകർ പറയുന്നത്. ഞാൻ 15 ഏക്കർ പണിയെടുക്കുന്ന ആളാണ്. 2500 ഏക്കർക്ക് നെല്ല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാവരും ഓണത്തിന് ഓണക്കോടി കുട്ടികൾക്ക് എടുത്തു കൊടുക്കണം. നമ്മൾ നേരം വിളിച്ചാൽ ബാങ്കിലേക്ക് ഓടണം. കർഷകൻ്റെ കണ്ണീരായിട്ട് ഇതുവരെ 5 പൈസ സർക്കാരിൽ നിന്നോ ബാങ്ക് ലോണോ തരുന്നില്ല. മറ്റുള്ള പൈസ മാത്രം പ്രശ്നം എന്ത് നമുക്ക് തരുമ്പോൾ നമ്മളൊരു കടക്കാരനാക്കിയിട്ട് തരിക. എന്നാൽ നേരിട്ട് അക്കൗണ്ടിൽ കയറി വെച്ചോട്ടെ, അതും ചെയ്യുന്നില്ല. ഇത് പാട്ടത്തിനടുത്താണ് കുറേക്ക, ബാക്കിയുള്ള കുറച്ച് എൻ്റെ ഉള്ളൂ. ഇതിൻ്റെ പൈസയും എനിക്ക് ഇതുവരെ ഒരു പൈസയും കിട്ടിയിട്ട് പോകുന്നത്, അതായത് മേടിച്ച് വെച്ചിട്ടില്ല. ഞാൻ 3 ഏക്കർ പണിയെടുത്തിട്ടുണ്ട്. ബാങ്കിൽ ചെല്ലുമ്പോൾ ആയില്ല എന്നാണ് പറയുന്നത്. ഇതുവരെ ഒരു പൈസ തരണമില്ല, ഒരു ബില്ലും വാങ്ങുന്നില്ല, ഒന്നുമില്ല. കേന്ദ്രത്തിന്റെ കാശ് കിട്ടുന്നില്ല സർക്കാർ നമ്മൾ കേന്ദ്രത്തിന് കൊടുത്തില്ലല്ലോ, സപ്ലൈക്കോക്കാണ് നെല്ല് കൊടുത്തിക്കണേ. സപ്ലൈക്കോ അല്ലേ നമുക്ക് കാശ് തരണ്ടേ. അവരെ സമരം ചെയ്യാൻ പാടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കും, നിങ്ങൾ പഠിച്ച് ജയിലിൽ ഇടും, നിനക്ക് പേടിപ്പിക്കുക. ഞങ്ങൾ എന്ത് ചെയ്യണോ? ഈ ഓണക്കാലം എന്ത് ചെയ്യും?
അതന്നെ പറയും, എല്ലാവരും പ്രശ്നങ്ങൾ അതാണ്. ഓണക്കാലം കർഷകരെ മാത്രം ഇങ്ങനെ ചവിട്ടി താഴ്ത്തുന്നു എന്നുള്ളത് വളരെ ഖേദകരമാണ്. അത് ഗവൺമെന്റും അധികാരികളും കാണണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാറുള്ളൂ. പോരാടം ദിവസം വരേക്കും പണം അക്കൗണ്ടിൽ വന്നില്ലെങ്കിൽ ഉത്രാട ദിനം അത് പട്ടിണി സമരത്തിന്റെ ആകും, ഉപവാസ സമരത്തിന്റെ ആകുമെന്നാണ് കർഷകർ പറയുന്നു. പണം തരേണ്ട ആളുകൾ, ബാധ്യതപ്പെട്ട ആളുകൾ നമ്മൾ ഉൽപ്പന്നം കൊണ്ടുപോയ പണമാണ് ചോദിക്കുന്നത്. ഔദാര്യമല്ല, നമ്മുടെ ഉൽപ്പന്നം കൊണ്ടുപോയി ആ ഉൽപ്പന്നത്തിന്റെ വിലയാണ് ചോദിക്കുന്നത്. ഇനി മുതൽ നെല്ല് നൽകുമ്പോൾ അതിന്റെ പണം നൽകാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്ന ഒരു നോംസ്, ഒരു കണ്ടീഷൻ കൂടി സപ്ലൈകോ രേഖപ്പെടുത്തുന്നുണ്ട്, കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൂടി അംഗീകരിച്ചാലേ നെല്ല് സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അതായത് സംഭരിച്ച നെല്ലിന്റെ പണം അവർക്ക് എപ്പോൾ നൽകാനാകുമെന്ന് പറയുന്നില്ല, അത് ചോദിക്കാൻ കർഷകന് അവകാശവുമില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതൊരു എന്ത് ന്യായമാണ്? അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇത് സബ്മിറ്റ് ചെയ്യാൻ സൈറ്റിൽ പറ്റില്ല. അപ്പോൾ അതും സത്യത്തിൽ നമ്മൾക്ക് ഭാവിയിൽ ഇനി ഒരാൾക്കും ഉത്തരവാദിത്തമില്ല എന്ന രീതിയിലാണ്. അവർ ചേറിൽ ചവിട്ടി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചോറുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിന് അവരോട് അല്പം കൂടി ദയ കാണിക്കുക വേണം. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയയ്ക്ക് മർദ്ദനമേറ്റതിന് പിന്നിൽ അപവാദ വാർത്താ പ്രചാരണമെന്ന് സൂചന. മർദ്ദനത്തിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൊട്ടേഷൻ എന്ന മറുനാടൻ മലയാളിയുടെ അവകാശവാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് മർദ്ദിച്ചു എന്ന് പോലീസ് കരുതുന്ന തൊടുപുഴ സ്വദേശി മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. കണ്ടാൽ അറിയാവുന്ന 5 പേർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയയ്ക്ക് മർദ്ദനമേറ്റതിന് പിന്നിൽ CPMന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കൊട്ടേഷൻ എന്നാണ് മറുനാടൻ മലയാളിയുടെ അവകാശവാദം. എന്നാൽ ഭാര്യയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെതിരെ അപവാദ വാർത്ത പ്രചരിപ്പിച്ചതാണ് പ്രകോപന കാരണമെന്നാണ് സൂചന. മർദ്ദിച്ചു എന്ന് പോലീസ് കരുതുന്ന തൊടുപുഴ സ്വദേശി മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: തന്നതിൽ കുറവുണ്ട്, ക്ഷമിക്കുക. ഈ നാട്ടിൽ ഇനിയും കാലുകുത്തുന്ന സമയം ഉചിതമായ തീരുമാനമെടുക്കാം. ആനപ്പക എന്ന് കേട്ടിട്ടുണ്ടോ എന്നും കുറിപ്പിലുണ്ട്. പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇങ്ങനെയാണ്: തൊടുപുഴയിൽ ഒരു കല്യാണ ചടങ്ങിൽ വെച്ച് ഷാജനെ മാത്യൂസ് കണ്ടു. ഇയാൾ ഷാജന്റെ കാറിനെ പിന്തുടർന്നു. മങ്ങാട്ട് കവലയിൽ കാർ നിർത്തിയപ്പോൾ ഷാജന്റെ കാറിന് അടുത്തെത്തി വാക്കേറ്റമുണ്ടായി. തുടർന്ന് മുഖത്തിടിച്ചു. ഈ സമയം മങ്ങാട്ട് കവലയിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും മർദ്ദനമേറ്റത് ഷാജൻ സ്കറിയയ്ക്കാണെന്ന് അറിഞ്ഞതോടെ നാട്ടുകാർ ഇതിൽ ഇടപെടാനോ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ തയ്യാറായില്ല. പിന്നീട് പോലീസ് എത്തിയാണ് ഷാജൻ സ്കറിയയെ ആശുപത്രിയിൽ എത്തിച്ചത്. ആക്രമണത്തിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. സംഘം ചേർന്ന് ആക്രമിക്കൽ, മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തി. ന്യൂസ് 18 തൊടുപുഴ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കാർ ഉയരപാതയുടെ തൂണിൽ ഇടിച്ചു കയറി യുവാവ് മരിച്ചു. കാർ ഓടിച്ചിരുന്ന ബാലരാമപുരം സ്വദേശി ഷിബിനാണ് മരിച്ചത്. വാഹനത്തിലുണ്ടായിരുന്ന 2 പേരുടെ നില ഗുരുതരമാണ്. കാർ അമിത വേഗത്തിൽ മത്സരിച്ച് ഓടിക്കുകയായിരുന്നുവെന്നാണ് സൂചന. പോലീസ് ഇക്കാര്യം പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 11:30 കഴക്കൂട്ടത്ത് ദാരുണമായ അപകടം നടന്നത്. തിരുവനന്തപുരത്ത് നിന്നും കഴക്കൂട്ടത്ത് വരുന്നതിനിടയിൽ എലിവേറ്റഡ് ഹൈവേയുടെ തൂണിലേക്ക് കുടുംബം സഞ്ചരിച്ചിരുന്ന കാറ് ഇടിച്ചു കയറുകയായിരുന്നു. നിയന്ത്രണം വിട്ട കാറ് ഈ തൂണിലേക്ക് ഇടിച്ചു കയറിയത് അമിത വേഗത്തിൽ വന്നതിനെ തുടർന്നാണ് എന്നാണ് പോലീസും നാട്ടുകാരും നൽകുന്ന വിവരം. ഈ ഒരു പാതയിൽ രാത്രി അടക്കം സ്ഥിരം നാട്ടുകാരും പോലീസിന്റെയൊക്കെ സാമീപ്യമുള്ളത് കൊണ്ട് തന്നെ ഉടൻ തന്നെ പോലീസും നാട്ടുകാരും കൂടി ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഈ വാഹനം ഓടിച്ചിരുന്ന യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കൂടെയുണ്ടായിരുന്ന 2 യുവതികളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റ് 2 പേർ കൂടെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ നില അത്ര ഗുരുതരമല്ലാതെ തുടരുകയാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ജീവനക്കാരനായ ഷിബിൻ എന്ന യുവാവാണ് മരണപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്നത് കുടുംബാംഗങ്ങളാണെന്നാണ് വിവരം. ഇടിയുടെ ആഘാതത്തിൽ ഈ കാറിന്റെ മുൻഭാഗം മുഴുവൻ തകർന്ന് എഞ്ചിൻ ഉൾപ്പെടെയുള്ള യന്ത്രഭാഗങ്ങളെല്ലാം തകർന്ന് റോഡിലേക്ക് തെറിച്ചു വീണിരുന്നു. തുടർന്ന് ഫയർഫോഴ്സും മറ്റും എത്തി ഈ റോഡിന്റെ ഭാഗം ക്ലീൻ ചെയ്യുകയായിരുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ഈ 4 വരിപ്പാത ഇത്തരം മത്സരയോട്ടങ്ങൾക്ക് വളരെ പ്രസിദ്ധി ആർജിച്ചതാണ്. പക്ഷേ ഇത്തവണ ഉണ്ടായത് കുടുംബമൊത്ത് സഞ്ചരിക്കുമ്പോൾ ഉണ്ടായ ചെറിയൊരു പാകപ്പഴയാണെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ഒരു കാറ് അമിത വേഗതയിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളും പോലീസും സ്ഥിരീകരിക്കുന്നത്. ക്യാമറാമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.
പാലക്കാട് മീനാക്ഷിപുരത്ത് ആദിവാസി ശിശു മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങി മരിച്ചു. പാർത്ഥിവൻ സംഗീത ദമ്പതികളുടെ 4 മാസം പ്രായമുള്ള പെൺകുഞ്ഞാണ് മരിച്ചത്. ഇന്നലെയാണ് സംഭവം. പാൽ നൽകുന്നതിനിടെ അനക്കമില്ലെന്ന് കണ്ടപ്പോൾ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് കുഞ്ഞ് മരിച്ചു. കുഞ്ഞ് പോഷകാഹാരക്കുറവ് നേരിടുന്നതായി കുടുംബം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. 2 വർഷം മുൻപ് ദമ്പതികളുടെ ആദ്യ പെൺകുഞ്ഞ് സമാന രീതിയിൽ മരിച്ചിരുന്നു. കണ്ണൂർ കണ്ണപുരം സ്ഫോടന കേസിലെ പ്രതി അനൂപ് മാലിക്കിനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഒളിവിൽ പോകാനുള്ള ശ്രമത്തിനിടെ കാഞ്ഞങ്ങാട് നിന്ന് ഇന്നലെയാണ് അനൂപ് മാലിക് അറസ്റ്റിലായത്. കർണാടകത്തിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു അറസ്റ്റ്. ഇയാളുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. സ്ഫോടനം നടന്ന വീട്ടിലെത്തിച്ച് ഇന്ന് തെളിവെടുപ്പിനും സാധ്യതയുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മു കശ്മീരിലെത്തും. സംസ്ഥാനത്തെ പ്രളയ സാഹചര്യങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും നേരിട്ട് വിലയിരുത്തുന്നതിനായാണ് ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് അമിത്ഷാ ജമ്മു കശ്മീരിൽ എത്തുന്നത്. ജമ്മു കശ്മീർ രാജ്ഭവനിൽ ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് നാളെ സമാപനം. പട്ന ഗാന്ധി മൈതാനത്താണ് സമാപന സമ്മേളനം. ജില്ലാ പര്യടനം ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു. സമാപന സമ്മേളനം ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് തീരുമാനം. ബീഹാറിൽ നിന്ന് ആരംഭിച്ച യാത്ര വോട്ട് കൊള്ളയ്ക്കെതിരായ രാജ്യവ്യാപക മുന്നേറ്റമായി മാറിയതായി ആരയിൽ നടന്ന റാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. തീപിടുത്ത മുന്നറിയിപ്പിനെ തുടർന്ന് എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തിരിച്ചിറക്കി. ഡൽഹിയിൽ നിന്ന് ഇൻഡോറിലേക്ക് പുറപ്പെട്ട വിമാനമാണ് ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ നിലത്തിറക്കിയത്. തീപിടുത്ത സാധ്യത സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പ് പൈലറ്റുമാർക്ക് ലഭിച്ച ഉടൻ വിമാനം തിരികെ ഇറക്കിയതായി എയർലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇനി ഓണവിശേഷങ്ങളിലേക്കാണ്. ഇന്ന് അനിഴം. നമ്മൾ ഇന്ന് രാവിലെ തുടങ്ങിയത് ന്യൂസ് 8ന്റെ ഓണപ്പാട്ട് റിലീസ് ചെയ്തുകൊണ്ടായിരുന്നു. ഒന്നുകൂടി നമുക്ക് ആ പാട്ട് കേട്ടിട്ട് വരാം. ന്യൂസ് 8ന്റെ ഗ്രാഫിക്സ് വിഭാഗം ക്രിയേറ്റീവ് ഹെഡ് അഭിലാഷ് കുമാറാണ് ഈ ദൃശ്യാവിഷ്കാരം AI സാങ്കേതിക വിദ്യയിലൂടെ ഒരുക്കിയിട്ടുള്ളത്. സജി സി വാര്യർ, ഞങ്ങളുടെ തന്നെ സഹപ്രവർത്തകൻ സജി സി വാര്യരാണ് ഇതിൻ്റെ വരികൾ രചിച്ചിട്ടുള്ളത്. ഹണി സായിയാണ് ഈണം പകർന്നിട്ടുള്ളത്. മലപ്പുറം വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷത്തിന് മാവേലി എത്തിയത് കുതിരപ്പുറത്താണ്. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് കൂടെ ഒരു അറബിയും ഉണ്ടായിരുന്നു. ഇത്തവണ ഇവരുടെ ഓണാഘോഷം വേറെ ലെവലായിരുന്നു. കുതിരപ്പുറത്തെത്തിയ മാവേലിയെ സ്വീകരിച്ചത് ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ. കൂട്ടിന് അറബിയും. അധ്യാപകർക്കും കുട്ടികൾക്കുമൊപ്പം മാവേലി കൂടി പാട്ടിന് ചൂടുവെച്ചതോടെ ഓണാഘോഷം കളറായി. അഗ്രസീവായിട്ടൊരു കാര്യമായിരുന്നു ഇവിടെ നടന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ വന്ന ഇവരുടെ റിയാക്ഷൻ ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും ഓണക്കളിയുടെ ഭാഗമായി. തുടർന്ന് വിഭവസമൃദ്ധമായ സദ്യ. അങ്ങനെ വാണിയമ്പലം സ്കൂളിലെ ഓണാഘോഷം എക്കാലവും ഓർത്തിരിക്കുന്ന ഒന്നാക്കി ഇവർ മാറ്റി.
ന്യൂസ് 18 മലപ്പുറം. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശം അങ്ങ് അബുദാബിയിലും ഉണ്ടായിരുന്നു. വള്ളംകളി ഫാൻസിന്റെ അബുദാബി വാട്സപ്പ് കൂട്ടായ്മയാണ് നെഹ്റു ട്രോഫി കാണാൻ ആവേശ അരങ്ങ് ഒരുക്കിയത്. വള്ളംകളിയെ സ്നേഹിക്കുന്ന UAE-യിലെ അബുദാബിയിലുള്ള എല്ലാ വള്ളംകളി പ്രേമികളെയും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള കൂട്ടായ്മയാണിത്. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളിൽ നിന്നുള്ളവരാണ് കൂടുതലും. അവസരം കിട്ടിയാൽ ഇവരിൽ പലരും ആലപ്പുഴയിലെത്തി നെഹ്റു ട്രോഫി നേരിട്ട് കാണും. ഇത്തവണ അവസരം കിട്ടാതായതോടെ ഇവർ ഒത്തുകൂടി ആവേശത്തോടെ ഒരുമിച്ചിരുന്ന് ആസ്വദിച്ചു. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് ആയ നെഹ്റു ട്രോഫി വള്ളംകളി വീക്ഷിക്കുവാൻ 60-ൽ പരം പ്രവാസികൾ അബുദാബിയിൽ ഇന്ന് ഒത്തുകൂടി. ഈ ഒരു ആവശ്യത്തിലാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവാസ ജനത. വള്ളംകളിയെ സ്നേഹിക്കുന്ന ഒരു സംഘം അബുദാബിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ലൈവ് കാഴ്ച സംഘടിപ്പിച്ചത്. വള്ളംകളി ഫാൻസ് അബുദാബി വാട്സപ്പ് കൂട്ടായ്മയാണ് പിന്നിൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഒരു പാട്ട് ജീവിതം മാറ്റിമറിച്ച സന്തോഷത്തിലാണ് നെയ്യാറ്റിൻകര സ്വദേശി അജിത. KSRTC മൂന്നാർ ഡിപ്പോയിലെ ഡ്രാഫ്റ്റ്സ്മാനായ അജിത മന്ത്രി KB ഗണേഷ് കുമാറിനൊപ്പം ന്യൂസ് 18 പാടിയ ഗാനമാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായത്. അജിതയും കുടുംബവും സന്തോഷം പങ്കുവയ്ക്കുകയാണ് ന്യൂസ് 18നോടൊപ്പം. ഈ പാട്ട് അജിതയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ചെറുതായൊന്നുമല്ല. പള്ളിയിലും വീട്ടിലും മാത്രം പാട്ടുപാടി ഒതുങ്ങിയിരുന്ന അജിത ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരമാണ്. ഒത്തിരി പേര് അറിഞ്ഞു, ഒത്തിരി പേര് വിളിച്ചു. ചെറുതായെങ്കിലും പാടുന്നൊക്കെ ഉള്ളത് കുറെ പേര് അറിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പാടുന്നുണ്ട്. ഒത്തിരി പേര് അറിഞ്ഞു വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ സന്തോഷം. ദൂരെ കിഴക്കുതിക്കിൽ മാണിക്യ ചെമ്പഴുക്ക ഞാൻ ഇന്നെടുത്തു വച്ചേ എന്റെ വെറ്റിലത്താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കിൽ മാണിക്യ ചെമ്പഴുക്ക ഞാൻ ഇന്നെടുത്തു വച്ചേ എന്റെ വെറ്റിലത്താമ്പാളത്തിൽ. ന്യൂസ് 18 പുറത്തുവിട്ട മന്ത്രിയും അജിതയുമായുള്ള പാട്ട് ലക്ഷക്കണക്കിനാണ് പറഞ്ഞത്. ഗായകൻ MG ശ്രീകുമാർ കൂടി ഷെയർ ചെയ്തതോടെ ആരാധകരുടെ പ്രളയമായി. ദൂരക്കിഴക്കു പാടണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് വന്നതല്ലേ? അന്ന് അമീർ എന്ന് പറഞ്ഞൊരു സാറും കൂടെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ഡ്യുവറ്റ് പാടാന്ന് പുള്ളി ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോ നമുക്ക് പാടാം. നമ്മൾ കഴിഞ്ഞ വർഷം ഓഫീസിലത്തേക്ക് പാടാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത പാട്ടായിരുന്നു. പക്ഷെ ഇത്ര ഹിറ്റാവുന്ന ഇല്ല, അത് എങ്ങനെയാണ് ഹിറ്റായത്? അത്ര ഹിറ്റായത് മിനിസ്റ്റർ, നമ്മുടെ മിനിസ്റ്റർ ഗതാഗത വകുപ്പ് മന്ത്രിയും കൂടെ പാടിയത് കൊണ്ടാണ്. ഇവരുടെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടാണ് പുള്ളിക്ക് ഒരു രോമാഞ്ചം ജോയിൻ ചെയ്യുമായിരുന്നു. അതെ 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 അല്ലേ? അപ്പൊ അത് വീഡിയോസ് ഒക്കെ ഭയങ്കര വൈറലായി. MG ശ്രീകുമാർ ഷെയർ ചെയ്തു. അതെ അതെ അതെ, അതെനിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ അയച്ചു തന്നു. ഒരു 1-2 കീബോർഡിസ്റ്റ് ഒക്കെ എനിക്ക് അതെടുത്ത് അയച്ചു തന്നായിരുന്നു. ഓഫീസിലൊക്കെ അതിനുശേഷമുള്ള വർക്കിംഗ് സാഹചര്യം ഓഫീസിൽ അത്യാവശ്യം. കഴിഞ്ഞ ദിവസം കുറച്ച് മെക്കാനിക്സ് ഒക്കെ വന്ന് എന്റെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. സെൽഫി അവരുടെ ഗ്രൂപ്പിലൊക്കെ ഇടാനാണെന്നൊക്കെ പറഞ്ഞു. ദൂരെ നീലാംബരം കേൾക്കും ഏതോ പ്രേമോത്സവം തേടുന്നു പാരാഗവേ ഗാനം തൻ ചുണ്ടിലും മൂളുന്നു പൂന്തെന്നൽ. BA മ്യൂസിക് ബിരുദധാരിയായ അജിത ഇപ്പോഴത്തെ മാറ്റം ഇനിയുള്ള പാട്ടുവഴികളിലും കരുത്താകുമെന്നാണ് കരുതുന്നത്. വിപിൻ മുരളിക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, ന്യൂസ് 18. ഈ പരിപാടിയുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് ഓണനാളുകളിൽ ന്യൂസ് 18 കേരളത്തിൽ കാണാം.
ഇടുക്കി ചെറുതോണി ഡാമുകളിൽ പൊതുജനങ്ങൾക്ക് സന്ദർശനത്തിന് അനുമതി. സെപ്റ്റംബർ 1 മുതൽ നവംബർ 30 വരെയാണ് ഡാമുകൾ തുറന്നു കൊടുക്കുന്നത്. ബുധനാഴ്ചകളിൽ പരിശോധനകൾക്കും ശുചീകരണത്തിനുമായി പ്രവേശനം ഒഴിവാക്കും. മഴ ശക്തമായിരിക്കെ വെള്ളം തുറന്നുവിടേണ്ട സാഹചര്യത്തിലും സന്ദർശനത്തിന് വിലക്കുണ്ടാകും. ബഗ്ഗി കാറിൽ മാത്രമാണ് ഡാമിന് മുകളിലൂടെ സന്ദർശനത്തിന് അനുമതിയുള്ളൂ. അപകട സാധ്യതയുള്ള മേഖലയിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് സന്ദർശകരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും സർക്കാരിന്റെ കർശന നിർദ്ദേശമുണ്ട്. ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനം നൽകി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത്. തെരഞ്ഞെടുത്ത ഗുണഭോക്താക്കൾക്കാണ് സൈഡ് വീലോടുകൂടിയ സ്കൂട്ടർ നൽകിയത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭിന്നശേഷി സൗഹൃദ പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂട്ടർ വിതരണം ചെയ്തത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വിതരണം. കെൽട്രോൺ വഴിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. നേരത്തെ 25 പേർക്ക് മുച്ചക്ര വാഹനം നൽകിയിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഗുണഭോക്താക്കൾക്ക് സ്കൂട്ടറുകൾ കൈമാറി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് മുച്ചക്രവാഹനം. 1 കോടിയിലധികം രൂപ നമ്മൾ മുച്ചക്രവാഹനത്തിനായി നീക്കിവെച്ചു. ഇനിയിപ്പോൾ ഈ വർഷം 2025-26 വർഷത്തേക്കും മുച്ചക്രവാഹനത്തിനുള്ള ഫണ്ടുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്തുകളുടെ ക്രമസഭാ ലിസ്റ്റ് എത്തിയതനുസരിച്ച് അതിൽ തെരഞ്ഞെടുത്ത ആളുകൾക്ക് അത് നൽകുന്നതായിരിക്കും. ഗ്രാമസഭകളിൽ നിന്നും പഞ്ചായത്ത് മുഖേനയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത്. 1 ലക്ഷത്തിലധികം രൂപയാണ് ഓരോ മുച്ചക്ര വാഹനത്തിനും ചെലവ്. അടുത്ത ഘട്ടത്തിൽ 10ഓളം പേർക്ക് കൂടി വാഹനം നൽകും. ന്യൂസ് 18 പട്ടാമ്പി. കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സ്ഥലം ഹരിതകർമ്മസേന കൈയേറിയതായി പരാതി. പത്തനംതിട്ട ഏനാത്താണ് കാർഷിക ഉൽപ്പന്നങ്ങൾ ലേലം ചെയ്യുന്ന സ്ഥലം ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിറച്ചത്. ഇതോടെ കാർഷിക വിളകളുമായി എത്തുന്ന കർഷകർ സ്ഥലപരിമിതിയാൽ ബുദ്ധിമുട്ടുകയാണ്. ഏനാത്ത് സാംസ്കാരിക നിലയത്തിന് സമീപമുള്ള പഴയ ചന്തയിലാണ് വർഷങ്ങളായി കാർഷിക വിപണി പ്രവർത്തിക്കുന്നത്. വിപണിയുടെ ആവശ്യത്തിനായി ഷീറ്റിട്ട ചെറിയ മുറിയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏഴംകുളം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇവിടെയാണ് ഹരിതകർമ്മസേനയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ തരംതിരിച്ച് സൂക്ഷിക്കുന്നത്. എന്നാൽ സമയബന്ധിതമായി മാലിന്യം നീക്കാതെ വന്നതോടെയാണ് ഓണക്കാലത്ത് കാർഷിക വിപണിയുടെ പ്രവർത്തനം അവതാളത്തിലായിരിക്കുന്നത്. 20 വർഷമായിട്ട് ഇവിടെ വിപണി നടത്തിക്കൊണ്ടുവരികയാണ്. ഞങ്ങൾ പല പ്രാവശ്യമായിട്ടും പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥരെ പ്രസിഡന്റിനെ എല്ലാവരെയും ഇവിടുന്ന് ഇത് മാലിന്യമല്ല, ഇത് ഹരിതസംഘത്തിന്റെ പ്ലാസ്റ്റിക് കെട്ടുകളാണ്, ഇത് മാറ്റി തരണം. അടുത്തൊരു അംഗനവാടിയുണ്ട്. ഈ കർഷകരെ 210 കർഷകർ ഇവിടെ കൊണ്ടുവന്ന് സാധനങ്ങൾ വിൽക്കുന്നതാണ്. ഈ ഷെഡിനകത്തോട്ട് കയറാൻ പോലും സ്ഥല സൗകര്യം ഇല്ലാതാണ് ഇവിടെ കൊണ്ടുവന്ന് ഇത് വെക്കുന്നത്. ഞങ്ങൾ പേപ്പറുകാർക്കും പലയിടത്തും പറഞ്ഞ് ഞങ്ങൾ മടുത്തിപ്പോൾ. ഏനാത്ത് വിപണിയിൽ മാത്രം 300ഓളം കർഷകരാണ് അംഗങ്ങളായിട്ടുള്ളത്. 100-നടുത്ത് കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഓരോ വിപണി ദിവസവും ഇവിടെ എത്തിക്കുന്നുണ്ടെങ്കിലും സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുകയാണ്. ഈ ഓണമൊക്കെ അടുത്ത് വരിക. ഇനിയിപ്പോൾ 2 ചന്തയ്ക്ക് ആവശ്യം പോലെ കൃഷി ഉൽപ്പന്നങ്ങൾ വരും. എവിടെ കൊണ്ട് വെക്കുന്ന ഒരു പിടിയില്ല. അങ്ങനെ വെറും ദയനീയമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അതേ സമയത്ത് അടുത്ത തൊട്ട് അംഗൻവാടിയുണ്ട്, അതിനോട് പിന്നെ സാംസ്കാരിക നിലയമുണ്ട്, തൊട്ടടുത്ത് ഹോമിയോ ആശുപത്രിയുണ്ട്, വില്ലേജ്. ഇതിൻ്റെ എല്ലാം നടക്കായി. കാരണം പല ഐറ്റം ഇത് വരുമ്പം വേസ്റ്റ് വരുമ്പോൾ പല അതിൻ്റെ സ്മെല്ലാണ്. ഇതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കാറ്റടിക്കുമ്പോഴൊക്കെ അതിൻ്റെ സ്മെല്ലും വെളിയിൽ കുറേ വാരി കൂട്ടിയിട്ടുണ്ട്, ഇതിനകത്ത് വാരി കൂട്ടിയിട്ടുണ്ട്. കാർഷിക വിപണിയോട് ചേർന്ന് അംഗൻവാടിയും ഹോമിയോ ആശുപത്രിയും വില്ലേജ് ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട്. മാലിന്യക്കെട്ടുകൾ ഇവിടെ സൂക്ഷിക്കുന്നത് മൂലം ഈ സ്ഥാപനങ്ങളിൽ എത്തുന്നവരും വലിയ ദുരിതം അനുഭവിക്കുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,620 രൂപ, പവന് 76,960 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,955 രൂപ, പവന് 63,640 രൂപ. വെള്ളി ഗ്രാമിന് 131 രൂപ, കിലോഗ്രാമിന് 1,31,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം. നമസ്കാരം.